ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. അഹല്യാമോക്ഷം. ശ്രീരാമ ഭഗവാന്റെ ചോദ്യം കേട്ട് വിശ്വാമിത്രൻ പറഞ്ഞു, ഇതൊരു പഴയ കഥയാണ്, കേട്ടാലും. ഗംഗാതീരത്ത് തപസ്വിയായ ഗൗതമമുനി ഉഗ്ര തപസ്സനുഷ്ഠിക്കുന്ന കാലത്ത് ബ്രഹ്മാവ് തൻ്റെ മകൾ ലോകസുന്ദരിയായ അഹല്യയെ അദ്ദേഹത്തിന് നൽകി. അവർ ഭാര്യാഭർത്താക്കന്മാരായി ജീവിച്ചു. അഹല്യയുടെ ഭർതൃശുശ്രൂഷയിലും പാതിവൃത്യത്തിലും സന്തോഷിച്ച ഗൗതമൻ വളരെ കാലം ആശ്രമത്തിൽ വസിച്ചു. അഹല്യയുടെ അതീവ സൗന്ദര്യത്തിൽ ദേവേന്ദ്രൻ മോഹിതനായി. അവളെ പ്രാപിക്കാൻ എന്താണ് വഴിയെന്ന് ആലോചിച്ചു. കാമാന്തനായ ദേവേന്ദ്രൻ ഒരു ദിവസം ഗൗതമൻ സന്ധ്യാവന്ദനത്തിനായി പോയ സമയത്ത് ഗൗതമന്റെ രൂപം സ്വീകരിച്ച് ആശ്രമത്തിൽ എത്തി അഹല്യയെ പ്രാപിച്ചു. സൂര്യോദയത്തിന് മുമ്പ് സമയമായില്ല എന്ന് കണ്ട് തിരിച്ചെത്തിയ ഗൗതമൻ ദേവേന്ദ്രനെ കണ്ട് കോപത്തോടെ, നീ ആരാണ് ദുഷ്ട? എൻ്റെ രൂപം എന്തിനു സ്വീകരിച്ചു? സത്യം പറഞ്ഞില്ലെങ്കിൽ നിന്നെ ഞാൻ ഭസ്മമാക്കും എന്ന് പറഞ്ഞു. ദേവേന്ദ്രൻ കാമത്തിന് അടിമയായ തൻ്റെ തെറ്റ് ക്ഷമിക്കണമെന്ന് അപേക്ഷിച്ചു. ദുഷ്കർമ്മഫലം എല്ലാം സ്വയം അനുഭവിച്ചു കൊള്ളുക എന്ന് ശപിച്ച് ഗൗതമൻ ആശ്രമത്തിൽ കടന്നു. അവിടെ ഭയന്ന് സംഭ്രമത്തോടെ നിൽക്കുന്ന അഹല്യയെ കണ്ട് കോപത്തോടെ പറഞ്ഞു, നിന്റെ ഈ ദുരാചാരത്തിന് പരിഹാരമായി ശിലാരൂപം പൂണ്ട് രാമപാദങ്ങൾ ധ്യാനിച്ച് ആഹാരമില്ലാതെ കാറ്റും മഴയും മഞ്ഞും വെയിലും കൊണ്ട് ഇവിടെ കഴിയുക. ഇവിടെ ഹിംസ്രജന്തുക്കൾ ഒന്നും വരില്ല. സംവത്സരങ്ങൾ ഏറെ കഴിയുമ്പോൾ രാമനും ലക്ഷ്മണനും ഇവിടെ വരും. ശ്രീരാമൻ്റെ പാദസ്പർശമേൽക്കുന്നതോടെ നിന്റെ പാപങ്ങൾ എല്ലാം തീരും. ശ്രീരാമനെ വലം വെച്ച് നമസ്കരിക്കുന്നതോടെ ശാപമോക്ഷവും ലഭിക്കും. അങ്ങനെ മനസ്സ് പരിശുദ്ധയായി കഴിഞ്ഞാൽ എന്നെ ശുശ്രൂഷിക്കാം. ഇത് പറഞ്ഞ ശേഷം ഗൗതമമുനി ഹിമാലയ സാനുക്കളിലേക്ക് പോയി. അങ്ങയുടെ പാദപത്മങ്ങളിലെ രേണുക്കൾ അണിയുവാൻ എന്താണ് മാർഗം എന്ന് ചിന്തിച്ച് അഹല്യ അന്നു മുതൽ ഇവിടെ കഴിയുകയാണ്. അങ്ങയുടെ പാദസ്പർശത്താൽ അഹല്യയ്ക്ക് ശാപമോക്ഷം ഏകിയാലും എന്ന് പറഞ്ഞ് വിശ്വാമിത്രൻ ശ്രീരാമന് അഹല്യയുടെ ശിലാരൂപം കാട്ടിക്കൊടുത്തു. ഞാൻ രാമനാണെന്ന് പറഞ്ഞ് ശ്രീരാമൻ ശിലയെ മെല്ലെ സ്പർശിച്ചു. രാമനെ കണ്ട് അഹല്യ ആനന്ദപുളകിതയായി. ഭക്തവത്സരനായ രാമനെ കണ്ട് അഹല്യയ്ക്ക് ഗൗതമമുനിയുടെ വാക്കുകൾ ഓർമ്മ വന്നു. അഹല്യ ശ്രീരാമനെ പൂജിച്ച് നമസ്കരിച്ചു. ശ്രീരാമനെ കണ്ട് ഭക്തപരവശയായി ഗദ്ഗദത്തോടെ സ്തുതിക്കുവാൻ തുടങ്ങി. ശ്രീരാം ജയ രാം, ജയ ജയ രാം.